ദേ നോക്കിയേ, എൻ്റെ ഗാർഡനിലുള്ള രണ്ട് സുന്ദരി അരേലിയമാരെയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോഴേ ഈ മൂപ്പരുടെ പേരാണ് മിനിയേച്ചർ വൈറ്റ് വേരിഗേറ്റഡ് അരേലിയാന്ന്. പിന്നെ ഒരു ആളും കൂടി ഉണ്ട്, നല്ല ഗ്രീൻ കളറിലെ പ്ലം അരേലിയ എന്ന് പറയും. ഇതൊക്കെ പണ്ടും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാന്നേ. നമ്മൾ ഒന്നെങ്കിൽ അതിനെ ഗാർഡനിലെ ഏറ്റവും ബാക്കിൽ കൊണ്ടുവന്ന് വെക്കും, അല്ലെങ്കിൽ വേലിമണ്ടയിലൊക്കെ കൊണ്ട് വെക്കാറുണ്ട്. എന്നിട്ട് അതങ്ങനെ കുറ്റിച്ചെടി കണക്കെ നല്ല ഹൈറ്റിലൊക്കെ പോവും. പപ്പടച്ചെടി എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇങ്ങനൊരു ഐഡിയ ഒന്നും അന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഇപ്പോഴൊക്കെയാണ് ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് ഒരുപാട് ഐഡിയാസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴേ ഇതുപോലെ ബോൾ പോലെ ആക്കി നിർത്തുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ, നല്ല വായവട്ടുള്ള ചട്ടിയിൽ ഒരു ചെറിയ കമ്പാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യം അതിനെ ഷെയ്ഡിൽ വെച്ച് മുളപ്പിച്ചെടുത്തു. വേര് പിടിച്ചപ്പോൾ വലിയൊരു വായവട്ടുള്ള ചട്ടിയിലേക്ക് അടിയിൽ അല്പം പോട്ടി മിക്സർ ഇട്ടിട്ട് ഈ കമ്പിനെ താഴ്ത്തി കുഴിച്ചിട്ടു. എന്തിനാണെന്നറിയോ, ആ ഒരു പോട്ടിൻ്റെ ഹൈറ്റിലേക്ക് ആ കമ്പ് ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് അതിൻ്റെ തലപ്പ് ഭാഗം നമ്മുടെ ചട്ടിയുടെ വായവട്ടത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അല്പം കൂടെ ഉയരുമ്പോൾ നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് ഒതുക്കി, മേൽഭാഗമൊക്കെ ഒന്ന് ഒതുക്കി, ഇടയിൽ ചാടിയിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ബോൾ ഷേപ്പിൽ ഇരിക്കും കേട്ടോ. പിന്നെ എല്ലാ മാസവും നമ്മൾ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാണാൻ ഭംഗി. ബോൾ പോലെ ഇരിക്കുമ്പോഴാണ് കാണാൻ ഭംഗി. ആ തലപ്പൊക്കെ എടുത്തിട്ട് ഞാനിവിടെ മുളപ്പിച്ച് അടുത്ത ജനറേഷൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് മൂത്ത തലപ്പ് വേണമെന്നോ ഇളം തലപ്പ് വേണമെന്നോ ഒന്നുമില്ല കേട്ടോ. നമുക്കിതാ നോക്കിയേ, ഇടയിലൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ചെറിയൊരു കമ്പായിട്ടും കട്ട് ചെയ്തെടുക്കാറുണ്ട്. ആ കട്ടിങ്സ് ആണെങ്കിലും ഇനി ഇളതായിട്ടുള്ള കട്ടിങ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് വേര് പിടിച്ച് കിട്ടും. അങ്ങനെ അടുത്തൊരു ജനറേഷൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇവരെ സംരക്ഷിക്കാനായിട്ട് എൻ്റെ ഗാർഡനിൽ ഏതെല്ലാം ജൈവവളങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ തന്നെ ഇവർക്കും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ആ പാത്രമൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം ഇവർക്ക് കൊടുക്കാറുണ്ട്. ചായപ്പൊടി തിളപ്പിച്ചിട്ടുള്ള വെള്ളം, ആ പുളിപ്പിച്ച വെള്ളം ഇവരുടെ ലീവ്സിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണോ മറ്റ് പ്ലാന്റ്സിന് ചെയ്യണത് അത് തന്നെയാണ് ഇവർക്കും കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ മാസമുള്ള ഇങ്ങനെയുള്ള ഒരു ഹെയർ കട്ടിങ് പോലെയുള്ള ഈ ഒരു പരിപാടിയും ഒരു മേക്ക് ഓവറൊക്കെ ഒന്ന് അവർക്ക് കൊടുക്കണ്ടേ. എന്നിട്ട് ആ കട്ട് ചെയ്ത ദിവസം ചിലപ്പോൾ ഒരു ഭംഗി കുറവൊക്കെ തോന്നും നമുക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ആ തലപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല ബൾബ് പോലെയെന്നോ ബോൾ പോലെയെന്നോ ഒക്കെ പറയാം. നമ്മുടെ ഗാർഡൻ്റെ തന്നെ മുഖച്ഛായ മാറ്റും ഇവർ. നല്ല ഭംഗിയില്ലേ. നമ്മുടെ ഈ അരേലിയയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ.